ഹലോ, ഇത് ഞങ്ങളുടെ ഒരു മിനി മോർണിംഗ് വ്ളോഗാണ്. ഇത് ആയിഷമോള് എണീറ്റിട്ടുണ്ടായിരുന്നു. റിച്ചുനതാ എണീപ്പിക്കുകയാണ് ഞാൻ. രണ്ടുപേർക്കും ചെറിയ രീതിയിൽ പനി ഉണ്ടായിരുന്നു. ആയിഷമോളുടെ പനി മാറിയിട്ടുണ്ടായിരുന്നു. റിച്ചുനതാ പനി ഇങ്ങനെ തുടങ്ങുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഉഷാറ് കുറവുണ്ട്. അപ്പോൾ അവന് ഇന്നലെ ഏട്ടൻ ഹോമിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ മരുന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കൊടുക്കുകയാണ്. ഇപ്പം ചെറിയൊരു വാശിയുണ്ട്, കാരണം ഇന്ന് സ്കൂളുണ്ട്, അപ്പോൾ പോകണ്ടെന്ന് പറഞ്ഞിരിക്കുകയാണ്. പനിക്കാണ്ട് കുറച്ച് ദിവസം ലീവൊക്കെ ആയിട്ടുണ്ടായിരുന്നു ആയിഷമോള് ഹോസ്പിറ്റലായതുകൊണ്ട്. അപ്പോൾ ഞങ്ങൾ ഇന്ന് ലീവാക്കണ്ട, പോയിക്കോ, ചെറിയ രീതിയിലല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞതിൻ്റെ സങ്കടമാണ്. അപ്പം ഞാൻ ഇരുന്നിട്ട് ഓരോ ഗുളിക കൊടുക്കുകയാണ്. ഇവൻ ഈ മരുന്നേ കഴിക്കുള്ളൂ. അപ്പോൾ അവന് ചെറിയ രീതിയിൽ വന്നാൽ തന്നെ വേഗം കൊണ്ടുപോയി കാണിക്കും. മറ്റേ മരുന്ന് കുടിക്കാൻ ഭയങ്കര വാശിയാണ്. അപ്പോൾ ഞാൻ മരുന്നൊക്കെ കൊടുത്തിട്ട് ബാഗിൽ വെക്കുകയാണ് മരുന്ന്, കാരണം ഉച്ചയ്ക്ക് കൊടുക്കാണ്ടായിരുന്നു. അപ്പോൾ അത് ടീച്ചർമാരെ ഏൽപ്പിച്ചാൽ അവർ കൊടുത്തോളും. അങ്ങനെ അതൊക്കെ റെഡിയാക്കി വെച്ചു. പിന്നെ ആയിഷമോൾ ഇവിടെ വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവൾക്ക് മരുന്ന് കൊടുക്കാനുള്ളതാണ് അടുത്ത ടാസ്ക്. അവൾക്ക് മറ്റേ ഇംഗ്ലീഷ് മരുന്നാണ്. അപ്പോൾ ഞാനതൊരു സിറിഞ്ചിലാക്കിയിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെയെങ്കിലുമൊക്കെ കൊടുക്കണം. ഭയങ്കര വാശിയാണ് മരുന്ന് കൊടുക്കാൻ. അങ്ങനെയൊന്നും കുടിച്ചില്ല. അപ്പോൾ ഞാൻ മടിയിലിരുത്തിയിട്ട് നിർബന്ധിച്ച് കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെയൊക്കെയോ ഞാനൊരുവിധം കൊടുത്തു. കുറേയൊക്കെ പുറത്തേക്കും പോയി. ഭയങ്കര വാശിയായിരുന്നു. പിന്നെ കരച്ചിലായി. പിന്നെ കുറേ നേരം അതിൻ്റെ പിന്നാലെ നടന്നു. പിന്നെ സ്കൂളിലേക്ക് പോകാനായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചോറായിട്ടുണ്ടായിരുന്നു, മുരിങ്ങക്കറിയായിരുന്നേ. അപ്പോൾ അവൻ്റെ ലഞ്ച് ബോക്സ് റെഡിയാക്കുകയാണ്. കൊണ്ടുപോകാൻ അമൃതം പൊടിയുടെ ഉണ്ടയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതവന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ചോറിന് പപ്പടവും മുരിങ്ങക്കറിയായിരുന്നു. വേറൊന്നും ഞാൻ ആക്കിയിട്ടുണ്ടായിരുന്നില്ല, കാരണം ഇവരുടെ വാശിയും പനിയൊക്കെ ആകുമ്പോൾ രാവിലെ കുറച്ച് ലേറ്റാവും. പിന്നെ വെള്ളവും ആക്കി ചോറൊക്കെ ആക്കി ഞാൻ വേഗം കുളിച്ച് വന്ന് ഇവനെ റെഡിയാക്കുകയാണ്. ഭയങ്കര മടിയാട്ടോ ആൾക്കെന്ന്. ഞാൻ ഷർട്ടൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പോകണ്ട, ഭയങ്കര സങ്കടം പറച്ചിലൊക്കെ ആയിരുന്നു. അത് കാണുമ്പോൾ നമുക്ക് സങ്കടമാവും, എന്നാലും വിടാതിരിക്കാൻ പറ്റില്ല. കാരണം കുറേ ലീവായിട്ടുണ്ടായിരുന്നു. കാരണം ഞങ്ങൾ ഹോസ്പിറ്റലിലായിരുന്നു. ആയിഷമോളിനായിട്ട് അഡ്മിറ്റായിരുന്നു. അപ്പോൾ അവൻ കൊപ്പത്തായിരുന്നു. അപ്പോൾ സ്കൂൾ അവൻ ലീവായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്തായാലും പോയിക്കോ, ഇനിയിപ്പോൾ ചെറിയ രീതിയിലല്ലേ പനിയുള്ളൂ, നമുക്ക് ഗുളികയൊക്കെ ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് സമാധാനിപ്പിക്കുകയാണ് കേട്ടോ. പിന്നെ ഡ്രസ്സൊക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ ഓരോന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ സമയം പോകുന്നുണ്ടായിരുന്നു കേട്ടോ. 9 മണി ആവാനായിട്ടുണ്ടായിരുന്നു. ഒരു 9:10 ആകുമ്പോഴാണ് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങാറ്. അടുത്ത് തന്നെയാണല്ലോ സ്കൂള്. ഒരു 9:20 ഉള്ളിൽ അവിടെ എത്തണം. അപ്പോൾ ആ രീതിയിൽ പോവുകയാണ്. അപ്പം പെട്ടെന്ന് മുടിയൊക്കെ ചീകി കൊടുക്കുന്നുണ്ട്, ടാഗ് ഇട്ട് കൊടുത്തു. അങ്ങനെ ഞാനൊന്ന് ചെറിയ രീതിയിൽ റെഡിയായി. ഒരു കുറിയൊക്കെ തൊട്ട് മുടിയൊക്കെ ഒന്ന് ആക്കുന്നേ ഉള്ളൂ, കാരണം അടുത്ത് തന്നെയാണല്ലോ, കുറേ ദൂരമൊന്നും പോകാനില്ല. അങ്ങനെ ഞങ്ങൾ ഇറങ്ങുകയാണ്. ബാഗൊക്കെ എടുത്ത് ഇറങ്ങുകയാണ് കേട്ടോ. അപ്പോൾ ഇഷമോളെ കാണാതെ വേണം ഇറങ്ങാൻ. അവൾ കണ്ട വാശിയാണ്. അവളെ അമ്മയുടെ അടുത്താക്കിയിട്ടാണ് ഞങ്ങൾ പോകാറ്, കാരണം അവളെ അധികം കൊണ്ടുപോകാറില്ല. അപ്പോൾ മെല്ലെ നടക്കുകയാണ് കേട്ടോ. വേണ്ട എന്ന് പറഞ്ഞിട്ട് അങ്ങനെ സ്കൂളിലെത്തിയാൽ പിന്നെ അവൻ ഓക്കെയാണ് കേട്ടോ. പോകുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉണ്ടാവുള്ളൂ. അവിടെ എത്തി കൂട്ടുകാരൊക്കെ കണ്ടാൽ അവനെ ഹാപ്പി ആവും കേട്ടോ. പിന്നെ ബാഗൊക്കെ ഞാൻ അവിടെ വെച്ചു. അവന് കയറി ടാറ്റൊക്കെ തന്നു. ആയിഷമോൾ കാത്തിരിക്കട്ടെ എന്നെ. അപ്പോൾ ചുണ്ടവിടെ മുട്ടി. അപ്പോൾ തേങ്ങ പൊളിക്കായിരുന്നു അമ്മ. അപ്പോൾ അത് കൊണ്ടു തരികയാണ് എനിക്ക്. പിന്നെ അടുത്തത് അവളെ ഒരുക്കലാണ്. അവളെ കുളിപ്പിച്ച് റെഡിയാക്കുകയാണ്. അവളെ ഡ്രസ്സൊക്കെ ഇട്ട് കൊടുക്കാൻ വേണ്ടി ഇരുത്താണ്. അപ്പോൾ ഞാൻ തലയിൽ രാസ്നാദിപ്പൊടി തിരുമ്പി കൊടുക്കുക കേട്ടോ. പനിയൊക്കെ അല്ലേ, അപ്പോൾ നീരിറങ്ങണ്ടെന്ന് വിചാരിച്ചിട്ട് കുറേ ദിവസം കുളിക്കാതിരുന്നതല്ലേ. അപ്പോൾ ഞാനൊന്ന് കുളിപ്പിച്ച് രാസ്നാദിയൊക്കെ തിരുമ്പി കൊടുത്ത് ഡ്രസ്സൊക്കെ ഇടിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അവൾക്കനെ കാണിച്ചു കൊടുക്കുകയാണ്. അവളിങ്ങനെ ഭയങ്കര ഇഷ്ടമാണ്. അവൾക്ക് ഡ്രസ്സ് ഇട്ട് തുടങ്ങുന്നു, അണിഞ്ഞൊരുങ്ങാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഞാൻ ഡ്രസ്സൊക്കെ ഇട്ട് കൊടുത്ത് ഞങ്ങളിങ്ങനെ അടുത്ത പണികളിലേക്ക് ഇനി കിടക്കണം. അപ്പോഴേക്കും ചിലപ്പോൾ ഇവളെ ഉറങ്ങാറുണ്ട് ഈ ടൈമിൽ. പിന്നെ അവൾക്ക് മുടി ചീന്തി കൊടുക്കാൻ വേണ്ടിയിട്ട് ചീർപ്പ് അവൾ തന്നെ പോയി എടുക്കുകയാണ് കേട്ടോ. പിന്നെ മുടിയൊക്കെ ഒന്ന് ചീന്തി കുരിയൊക്കെ ഇട്ട് കൊടുത്തു. പിന്നെ അവൾ അവിടെ ഇങ്ങനെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ലേ, അവിടെ അങ്ങനെ കളിക്കുകയായിരുന്നു. പിന്നെ ഒരു പണിയിലായിട്ട് കിടക്കുകയാണേ. അടിച്ചൊരു തുടയ്ക്കാനുണ്ടായിരുന്നു, പാത്രം മൂടാനുണ്ടായിരുന്നു. പിന്നെ മഴ ടൈമായിരുന്നു. അപ്പോൾ തുണികളൊന്നും ഉണങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ചെറിയ വെയിൽ കണ്ടപ്പോൾ തുണികളൊക്കെ അങ്ങനെ ഓരോന്നായിട്ട് പുറത്ത് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. മഴ പെയ്യും, എന്നാലും കുറേപാട് തുണികളുണ്ടായിരുന്നു ഉണക്കാൻ വേണ്ടിയിട്ട്. ഹോസ്പിറ്റലിൽ പോയി വന്നതിൻ്റെ തുണികളൊക്കെ ഇങ്ങനെ കിടക്കുകയായിരുന്നു. ഒന്നും ഉണങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതൊക്കെ ഞാൻ കൊണ്ടുപോയി വെയിലത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവളെന്നെ നോക്കിയിരിക്കുകയാണ്. ഞാൻ മുറ്റത്തേക്ക് ഇറങ്ങണ്ടെന്ന് പറഞ്ഞിട്ട് അവിടെ തന്നെ ഇരിക്കുകയാണ് കേട്ടോ. പിന്നെ ഞാൻ അവളെ ഉറക്കാൻ പോയി, ഇങ്ങനെ ഉറക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ അവൾ ഉറങ്ങി. ഇതൊക്കെയാണ് ഇന്നത്തെ വ്ളോഗ്. ഇതൊക്കെയാണ് ഞങ്ങളുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ, ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ.